ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ കുടുംബ പ്രശ്നം ഒത്തുതീർപ്പിലേക്ക്. വിവാദം കടുത്തതോടെ ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് മന്ത്രി മാപ്പ് പറഞ്ഞു. തർക്കത്തിൽ നിയമപരമായി മുന്നോട്ട് പോകേണ്ടെന്നാണ് ബിന്ദു മേനോന്റെ തീരുമാനം. പരാതിയില്ലാത്തതിനാൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തീരുമാനിച്ചു. എന്നാൽ ധാർമ്മിക പ്രശ്നമുയർത്തി മന്ത്രിയെയും സർക്കാരിനെയും നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബിന്ദു മേനോൻ പരാതിയുമായി രംഗത്ത് വന്നാൽ മന്ത്രിസ്ഥാനം മാത്രമല്ല സ്ഥാനാർത്ഥിത്വം പോലും പ്രതിസന്ധിയിലാകുമെന്ന തിരിച്ചറിവാണ് ഉടനടി പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാൻ കെ.ബി. ഗണേഷ് കുമാറിനെ പ്രേരിപ്പിച്ചത്. ഭാര്യ ബിന്ദുവിനെ ഫോണിൽ വിളിച്ച മന്ത്രി മാപ്പ് പറഞ്ഞു. ഇതോടെ നിയമ നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും ബിന്ദു തീരുമാനിക്കുകയായിരുന്നു. പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുമെന്ന സൂചന ലഭിച്ചതോടെ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ പിരിമുറുക്കത്തിലായ സർക്കാരിനും ഇടതുമുന്നണിക്കും ആശ്വാസം. പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് പങ്കെടുത്തു. പരാതിയില്ലാത്തതിനാൽ ഗണേഷിന്റെ രാജി ആവശ്യപ്പെടില്ലെന്ന് മുഖ്യമന്ത്രിയും നിലപാടെടുത്തു. മന്ത്രിക്കെതിരായ ആരോപണം കുടുംബ പ്രശ്നമാണെന്നാണ് കൊല്ലം റൂറൽ പോലീസിന്റെ റിപ്പോർട്ട്. 112 വരുന്ന കോളുകളിൽ കേസെടുക്കാറില്ല. മന്ത്രിയുടെ ഭാര്യയോ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയോ പരാതി നൽകിയാൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ട് DGPക്ക് കൈമാറി. കുടുംബ പ്രശ്നം ഒത്തുതീർപ്പിലെത്തിയെങ്കിലും ഗണേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണം. അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ പ്രശ്നം തീർത്തു എന്ന് പറയുന്നത് കൊണ്ട് തീരുന്നൊരു കാര്യമല്ല ഇത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. ഗണേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ട് ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. കനകസിംഹാസനത്തിൽ നിൽക്കുന്ന ഇവൻ ഡംബനോ ചുരകനോ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. പത്തനാപുരത്തെ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സർക്കാർ രാജി ആവശ്യപ്പെടില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.